സ്ലീഹാക്കാലം 6-ാം ഞായർ. മത്തായി 9:27 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിലെ പ്രധാന സംഭവങ്ങളും ചിന്തകളും ചുരുക്കി പറയാം. ഒന്നാമതായി, ഈശോ 2 അന്ധന്മാരെ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് അത് ചെയ്യുന്നത് അങ്ങനെയുള്ള അവരുടെ വിശ്വാസം ഏറ്റുപറയിപ്പിച്ചുകൊണ്ടും അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചുകൊണ്ടുമാണ്. അവിടുന്ന് അവരെ ആന്തരികവും ബാഹ്യവുമായി സ്പർശിക്കുന്നു. രണ്ടാമതായി, പിശാച് ബാധിച്ച ഒരു ഊമനെ അവിടുന്ന് സുഖപ്പെടുത്തുന്നു. അന്ധന്മാരുടെയും ഊമന്മാരുടെയും അധരങ്ങളിൽ ദൈവത്തിന് സ്തുതി ഒരുക്കിക്കൊണ്ടെന്ന് ഇവിടെ വ്യാഖ്യാനിച്ചെടുക്കാം. മൂന്നാമതായി, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അവിടുന്ന് ചുറ്റി സഞ്ചരിച്ചു എന്ന് സുവിശേഷം കർത്താവിൻ്റെ ദിനചര്യയെ വിവരിക്കുന്നു. നാലാമതായി, കർത്താവിന് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരുടെ മേൽ അനുകമ്പ തോന്നി. കാരണം അവർ ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരും ആയിരുന്നുവെന്ന് തുടർന്നുള്ള സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. അവസാനമായി, കർത്താവിന് അവരോടുള്ള കരുണയും സ്നേഹവും തീക്ഷ്ണമായ ഒരു ഉൾക്കാഴ്ചയിലേക്ക് അവിടുത്തെ നയിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, വിളവധികം വേലക്കാരോ ചുരുക്കം, വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണം. അത് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു ദൗത്യം കൂടിയാണ്. കർത്താവിൻ്റെ വാക്കുകൾ നമ്മിൽ ആഴമായ ചിന്ത ഉണർത്തുന്നതാണ്, നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. കർത്താവിൻ്റെ കണ്ണുകളുടെ കാഴ്ച അതിശയകരമാണ്. എവിടെയെല്ലാമോ വിളഞ്ഞു കിടക്കുന്ന വയലുകളെ അവിടുന്ന് കാണുന്നു. ഈ കാഴ്ച കാണുവാൻ നമ്മുടെ കണ്ണുകൾക്ക് കഴിവുണ്ടാകണം. അതിനായി കർത്താവ് അന്ധനെ സുഖപ്പെടുത്തിയതുപോലെ നമ്മെയും സുഖപ്പെടുത്തണം. എന്തെല്ലാം നമ്മൾ കാണാതെ പോകുന്നു. പലതും നമുക്ക് കാണാൻ സാധിക്കാത്തത് നമ്മിലെ കരുണയുടെ വയലുകൾ ഉണങ്ങിപ്പോകുന്നത് കൊണ്ടാണ്. എവിടെയും വിളഞ്ഞു കിടക്കുന്ന വയലുകൾ നമുക്ക് കാണുവാൻ സാധിക്കണമെങ്കിൽ അതിന് ഉൾക്കാഴ്ചയുടെ പ്രേരണാശക്തി ഉണ്ടാകണം. എല്ലാവരോടും എല്ലാ ജീവജാലങ്ങളോടും ഉള്ള കരുണയാണ് ഈ ഉൾപ്രേരണ. കരുണയെന്നത് സ്നേഹിക്കുന്നവരുടെ പക്കലേക്കുള്ള ഹൃദയത്തിൻ്റെ ഇറങ്ങിച്ചെല്ലലാണ്, ഒഴുകിയിറങ്ങലാണ്. അതിന് എമ്പതി എന്ന് പറയും. അവരൻ്റെ വിചാരങ്ങളിൽ പങ്കുചേരുന്ന മനോഭാവമാണ് എമ്പതി. കർത്താവിൻ്റെ ആഴമായതും അടിസ്ഥാനപരവുമായ വികാരം കരുണയായിരുന്നു. കരുണാർദ്രമായ സ്നേഹമെന്ന് അതിനെ വിളിക്കാം. വിളഞ്ഞുകിടക്കുന്ന വയലുകൾ കാണുന്ന കർത്താവിൻ്റെ ശുഭാപ്തി വിശ്വാസമാണ് എന്നെ ആഴമായി സ്പർശിക്കുന്നത്. പരിഭ്രാന്തരായ നിസ്സഹായരായ ആടുകളെപ്പോലെയുള്ളവരോട് അവിടുത്തേക്ക് അഗാധമായ അനുകമ്പയുണ്ട്. അവരെ ശേഖരിക്കുകയും ഒന്നിച്ചു കൂട്ടുകയും പിതാവിനായി നേടുകയും ചെയ്യുന്നത് ഒരു കൊയ്ത്തുത്സവം പോലെയാണ്. അതിനാലാണ് അവിടുന്ന് പറയുന്നത്, വിളവധികം, അത് കൊയ്ത് ശേഖരിക്കുവാനുള്ള വേലക്കാരോ ചുരുക്കമെന്ന്. ഇടയൻ ഇല്ലാത്ത ആടുകളെ പോലെയുള്ളവരല്ലേ ഇന്നും നമ്മുടെ ഇടയിൽ ധാരാളമായി ഉള്ളത്. ഇടയൻ്റെ വടി അധികാരചിഹ്നമായി. ഇടയൻ്റെ ഇടം അല്ലെങ്കിൽ വീട്, അതിന് ഔന്നത്യം ലഭിച്ചു. ഇടയന്മാർ ധാരാളമുണ്ട്. എന്നാൽ അലയുന്ന ആടുകളെ തേടി ഇറങ്ങുന്നവർ എത്രയുണ്ട്. അവർ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്നവരല്ലേ നമ്മളിൽ അധികവും. രാഷ്ട്രീയ, സാമൂഹിക, മതമേഖലകളിൽ നിന്നും അനേകർ ആടുകളെ സ്വന്തമാക്കി അവയെ അവരുടെ വഴിക്ക് നയിക്കുന്നു. അവരെ അടിമകളാക്കി ഒടുവിൽ അവരെ ബലിയാടുകളാക്കുന്നു. അത് കാണുവാൻ, അപകടം തിരിച്ചറിയുവാൻ കർത്താവിൻ്റെ ഇടയന്മാർക്ക് സാധിക്കുന്നുണ്ടോ? പഠനം എന്ന രീതിയിൽ അവർ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ ദിശാബോധം നൽകുന്നവയാണോ? ദിശ കാണാൻ സാധിക്കാത്തവരാണ് അലയുന്നത്. അത് അവരിൽ ഭീതി ഉളവാക്കുന്നു. കർത്താവ് കാണുന്നത് പോലെ നമ്മളും കണ്ടാൽ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും വ്യക്തതയുണ്ടാകും. കർത്താവ് അന്ധർക്ക് കാഴ്ചയും ബധിരന് കേൾവിയും നൽകിയതുപോലെ കർത്താവ് ഇന്നും നമ്മിലേക്കും തിരിയുകയാണ് കാഴ്ചയുടെയും കേൾവിയുടെയും അനുഗ്രഹം നൽകുവാൻ. നമ്മിൽ ഒരു അത്ഭുതം നടക്കേണ്ടിയിരിക്കുന്നു. കാണാതെ പോകുന്നവരെ കാണുവാനും ആരും കേൾക്കാനില്ലാത്തവരുടെ നിലവിളി കേൾക്കുവാനും നമുക്ക് സാധിക്കണം. അവരെ നമ്മുടെ സ്വന്തമാക്കുന്നതിലൂടെയാണ് ദൈവരാജ്യം ഒരു ദൃശ്യ യാഥാർത്ഥ്യമായി തീരുന്നത്. കർത്താവ് ഈ സുവിശേഷം വിളംബരം ചെയ്തുകൊണ്ടാണ് ഗ്രാമാന്തരങ്ങളിലൂടെ ചുറ്റി സഞ്ചരിച്ചത്. ഇന്ന് കാഴ്ചയും കേൾവിയും സ്പർശനശേഷിയും നന്മയെ രുചിച്ചറിയുവാനുള്ള കഴിവുമുള്ളവരെ സമൂഹത്തിന് ആവശ്യമാണ്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്, ആന്തരേന്ദ്രിയങ്ങൾ കൊണ്ട്, ഹൃദയം കൊണ്ട് എത്തിച്ചേരാവുന്ന അടുപ്പത്തിലായിരിക്കണം സുവിശേഷ പ്രഘോഷകർ. സൗഖ്യം നൽകുന്നവരായിരിക്കണം സദ്വാർത്ത പ്രഘോഷിക്കുന്നവർ.
അവരിലൂടെ പുനഃസൃഷ്ടിയുടെ അത്ഭുതങ്ങൾ നടക്കണം. അത്ഭുതങ്ങൾ ദൈവസാന്നിധ്യത്തിൻ്റെയും അവിടുത്തെ ഇടപെടലിൻ്റെയും അടയാളങ്ങളാണ്. അത്ഭുതങ്ങൾ സാക്ഷ്യം നൽകുന്ന അടയാളങ്ങളാണ്. മനുഷ്യരുടെ മുമ്പിൽ സാക്ഷ്യം നൽകുന്നവർ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ വെളിവാകുന്ന ഈശോയുടെ വ്യക്തിത്വം നമ്മെ അത്ഭുതപ്പെടുത്തുന്നില്ലേ? അത് നിർവചനാതീതമാണ്. പ്രവർത്തന നിരതനായ ദൈവമാണ്. ഗോഡ് അറ്റ് വർക്ക് അങ്ങിലൂടെ വെളിവാകുന്നത്. അങ്ങിലാണ് ദൈവരാജ്യത്തിൻ്റെ തുടക്കവും അങ്ങ് തന്നെയാണ് പ്രഘോഷിക്കപ്പെടുന്ന സദ്വാർത്തയും. എന്നെ ചൂഴ്ന്നു നിൽക്കുന്നതും എൻ്റെ ഉള്ളിൽ നിറയുന്നതുമായ അത്ഭുതകരമായ സാന്നിധ്യമാണ് അവിടുത്തേത്. അങ്ങയിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ എൻ്റെ ഉള്ളിൽ കണ്ടെത്തുകയാണ്. അതുപോലെ അങ്ങിൽ എന്നെ കണ്ടെത്തുന്നതും. അങ്ങനെയൊരു വിശ്വാസമാണ് നമ്മിൽ നിന്നും അവിടുന്ന് പ്രതീക്ഷിക്കുന്നത്. ഏവർക്കും അനുഗ്രഹപ്രദമായ ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു.